ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവ കർഷകനായ സുജിത്തിൻ്റെ അർത്തുങ്കലുള്ള ഒരു പൂപ്പാടം കാണാൻ പോയ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു വീടിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ പൂക്കളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പൂക്കളെന്നും എനിക്കൊരു ബലഹീനതയാണ്. ഓറഞ്ചും മഞ്ഞയും നിറത്തിലുള്ള ബന്ദിപ്പൂ പൂക്കളാണ് ഇവിടം മനോഹരമാക്കുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. പൂമെത്ത വരിച്ചിരിക്കുന്ന പോലെ മനോഹരം. അതിനിടയിലെല്ലാം കുക്കുംബർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ബന്ദിപ്പൂക്കൾ വിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ബന്ദിക് ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയ പൂക്കളാണ്, അതുകൊണ്ട് തന്നെ കാണാനും അതിമനോഹരമാണ്. അതിനു ചുറ്റും കയർ വലിച്ചു കെട്ടിയിട്ടുണ്ട്. പൂക്കളുടെ വെയിറ്റ് കാരണം ചെടിയെ മറിഞ്ഞു പോകുന്നുണ്ട്. ഏകദേശം 2.5 ഏക്കറോളം പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നടന്ന് കണ്ടുവരുന്നവർക്ക് ക്ഷീണം തീർക്കാനായി അവിടെ മുള കൊണ്ടുള്ള ബെഞ്ചൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെയുള്ള വീടിൻ്റെ മുകളിൽ കയറിയാൽ എല്ലാ കാഴ്ചകളും കാണാം. പൂമത്ത വിരിച്ചിരിക്കുന്ന പോലെ മനോഹരമായ കാഴ്ചയാണ്. വെയിലുള്ള സമയമായതിനാൽ അധികം കാഴ്ചക്കാരൊന്നും എത്തിയിട്ടില്ലായിരുന്നു. ഇവിടെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ കാണാൻ നല്ല മനോഹരമായിരിക്കും. കമ്പിയിൽ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സുജിത്ത് കൂട്ടുകാരോട് കൂടെ ചേർന്ന് പല സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ആ പച്ചക്കറിയും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഈ ചെടികൾക്കൊപ്പം തന്നെ മറ്റ് ചെടികൾ കുറേ ഇറക്കി വെച്ചിട്ടുണ്ട്. പൂക്കളുടെ സീസൺ ആയതുകൊണ്ട് ആൾക്കാർ വരുന്നവരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ലോകത്തിൽ ആർക്കാണ് പൂക്കൾ ഇഷ്ടമില്ലാത്തവർ? എല്ലാവരും പൂക്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏതവസ്ഥയിലായാലും പൂക്കൾ കാണുമ്പോൾ മനസ്സിന് നല്ല ശാന്തിയും സമാധാനവും ലഭിക്കും. കുറേ ബോൺസായി ഒക്കെ ഉണ്ട്. ഇതൊരു തെങ്ങും തോപ്പായിരുന്നു എന്ന് തോന്നുന്നു. നിറയെ തെങ്ങുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്താണ് ചെടികൾ നട്ടിരിക്കുന്നത്. സുജിത്തിൻ്റെ വലിയ പോസ്റ്ററൊക്കെ ചെടിയുടെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് കടന്ന് മുന്നോട്ട് ചെന്നാൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഭിത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ സൈഡിൽ ഒരു ചെറിയ മീൻകുളമുണ്ട്. ഭിത്തിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മറ്റേ സൈഡിൽ സൺഫ്ലവർ വെച്ചിരിക്കുകയാണ്. എല്ലാത്തിനും മൊട്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കും കുക്കുംബർ വെച്ചിട്ടുണ്ട്. വലിയ സൺഫ്ലവറിൻ്റെ ചെടികളാണ് വെച്ചിരിക്കുന്നത്. പൂത്ത് കഴിയുമ്പോൾ അതിമനോഹരമായിരിക്കും. ഇടയ്ക്ക് ചീരയും കാണാം. അതിൻ്റെ സൈഡിലായിട്ടൊരു വലിയ കുളമുണ്ട്. അതിൽ ധാരാളം മീനുകളെ കാണുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കയറ് കെട്ടിയിട്ട് അതിന് ഇരിക്കാൻ സൗകര്യത്തിനായിട്ട് തെങ്ങിൻ്റെ കുറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം സമയങ്ങളിൽ ഇവിടെ കാറ്റേറ്റിരിക്കുകയും അതിനോടൊപ്പം പൂക്കൾ കാണാൻ സാധിക്കുന്നത് വളരെ സന്തോഷകരമായിരിക്കും. ഒരു സൈഡിൽ കുറേ മാവും പ്ലാവും
നാരകം ഒക്കെ വെച്ചിട്ടുണ്ട്. മണൽ കൂടുതലുള്ള മണ്ണായതുകൊണ്ട് നല്ല വളമിട്ട് കൊടുത്തെങ്കിലേ നല്ല വളർച്ച ഉണ്ടാകുകയുള്ളൂ. കുറേ കോലങ്ങളൊക്കെ അവിടെയുണ്ട്. ഞങ്ങളതിൻ്റെ ഇടയിലൂടെ നടന്ന് അതിൻ്റെ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം പല പോസിലുള്ള ഫോട്ടോകളുമൊക്കെ എടുത്തു. ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചാൽ മനസ്സിനും ശരീരത്തിനും നല്ല ഉന്മേഷം തോന്നും. അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാളായതിനാൽ ആൾക്കാർ ഇവിടെയും വിസിറ്റ് ചെയ്യുമെന്നാണ് ഇവിടെയുള്ളവരുടെ കണക്കുകൂട്ടൽ. അതിന് പ്രകാരമാണ് ഈ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിരിക്കുന്നത്. ഫ്ലവർ ഷോയ്ക്കൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ ചെടികൾ ലോണിന് നടുക്കൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ചെടികൾ വിൽപ്പനയ്ക്കുണ്ട്. റോസാണ് പ്രധാനമായിട്ടുള്ളത്. ബൊഗൈൻവില്ല, വിൻകാ റോസ, സീനിയ എല്ലാമുണ്ട്. എല്ലാ ചെടികളും നല്ല മനോഹരമാണ്. മാതള നാരകം കായ്ച്ചു കിടപ്പുണ്ട്. അവിടെ നിന്ന് നമുക്കിതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, അവരുടെ ഫാമിൽ തന്നെ ഉണ്ടായ പച്ചക്കറികൾ ഫ്രഷായിട്ട് നമുക്ക് ലഭിക്കും. ഇവിടെ വിലക്കുറവുമുണ്ട്. അധികം മരുന്നടിച്ചതായിരിക്കുകയല്ലോ, കാരണം ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതിനാൽ അത് ഞങ്ങൾ ഓരോ കിലോ വീതം വാങ്ങിച്ചു. പലതരം പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഇവിടെ ചെറിയ കൂടുകളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതെല്ലാം കാണുമ്പോൾ, കണ്ടിട്ടില്ലാത്തതായതുകൊണ്ട്. വീടിൻ്റെ മുറ്റത്ത് ഒരു ടെൻ്റ് ഉണ്ടാക്കിയിട്ടാണ് അതിൽ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നടന്ന് കാണാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഈ ഫ്ലവർ ഷോയും ഇതൊക്കെ കാണുന്നതിന് എൻട്രൻസ് ഫീ ആയിട്ട് അവർ 20 രൂപ വാങ്ങിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി അധ്വാനം വരുന്നുണ്ട്. നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഇതിനെയൊക്കെ വളർത്താൻ പറ്റുകയില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ കാണുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഫ്ലവർ ഷോ ഒക്കെ ഒന്ന് പോയി കാണുക, സന്തോഷിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.
വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.